നമ്മൾ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ആക്കിട്ടോ കണ്ടോ. അപ്പൊ നമ്മൾ 5 മിനിറ്റ് ഞാൻ അങ്ങനെ അടച്ചു വെച്ചു കണ്ടോ. കളർ നല്ല ബ്ലാക്ക് ആയി കേട്ടോ. അപ്പൊ ഈ നരയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് തേച്ചോളൂ കേട്ടോ. എല്ലായിടത്തും തേക്കണം എന്നില്ല കേട്ടോ. ഫുള്ളായിട്ട് നരച്ചോളൂ, എല്ലായിടത്തും തേച്ചോളൂ. എന്റെ ഈ ഫ്രണ്ടിലൊക്കെയാണ് നര കൂടുതൽ. അപ്പൊ എനിക്ക് ഫ്രണ്ടിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് തേക്കേണ്ടത് കേട്ടോ. ഇന്ന് എല്ലാവർക്കും മുടി നരപ്പാണല്ലേ. അപ്പോൾ 30 കഴിഞ്ഞ വഴിക്ക് തുടങ്ങായി ആൾക്കാർക്ക്. അപ്പൊ ഞാൻ ചെറുപ്പം മുതൽക്ക് പരിശീലിച്ചു വന്നൊരു ഹെയർ ഡൈ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതപ്പോൾ നമ്മളത് എന്താ വെച്ചാലേ, നിങ്ങൾക്കൊക്കെ ഈ നീലമരി തേക്കുമ്പോൾ തണുപ്പിന്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പൊ തണുപ്പൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് തലേ ദിവസം എണ്ണ തേച്ച് കഴുകി കളയുക, പിറ്റേ ദിവസം നീലാമരി തേച്ച് കഴുകി കളയുക. 2 പ്രാവശ്യം നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ടല്ലേ ഒരു ചെറിയ റിസൾട്ട് കിട്ടുമ്പോഴേക്കും. അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഹെയർ ഡൈ അത്ര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റില്ല കേട്ടോ. വാ നമുക്കത് ഉണ്ടാക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ചട്ടി വേണം, ഇങ്ങനെ ഒരു ചട്ടുക വേണം. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇന്നത്തെ വെള്ളമയൊക്കെ പോട്ടെ. ആദ്യം നമുക്ക് ഇത്ര ഗ്രാമ്പു വേണം. ഈ ഗ്രാമ്പു നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. നമുക്ക് ഇങ്ങനെ ഒരു ടീസ്പൂൺ ചായപ്പൊടി, അത് ഏത് ചായപ്പൊടി എടുക്കാം. 1 ടീസ്പൂണും കുറച്ചും ചായപ്പൊടി. ഇത് നമുക്ക് നന്നായി വറക്കണം, നല്ല വറക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയുടെ പൊടിയാണ്. കറിവേപ്പിലയുടെ പൊടി അത് നമുക്ക് 1 ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ ഇടാം. കണ്ട കറിവേപ്പില പൊടിച്ച് വെച്ചതാണ് പൊടി. ഇത് നമുക്ക് നന്നായി കരിഞ്ഞുന്ന വരെ വറക്കണം. നമുക്ക് നന്നായിട്ട് കണ്ട നല്ല കറുത്ത് വന്നു. ഇനി ഇത് നമുക്ക് അടുപ്പ് കെടുത്താരായി. ഇതിലത്തെ ഗ്രാമ്പു ഒക്കെ കാണാം. നമുക്ക് ഗ്രാമ്പു ഒക്കെ നല്ല കളറ് മാറിയിട്ടുണ്ടാവും. ഇതാ ഗ്രാമ്പു കണ്ട, ഗ്രാമ്പു ഒക്കെ കണ്ടില്ലേ. ഇതിങ്ങനെ പൊടിച്ചാൽ കണ്ട കറുത്ത കളറ് വന്നു. വറുത്തു, നല്ല വറുത്തു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയതിന്റെ ശേഷം മിക്സിയിലിട്ട് നല്ല പൊടിക്കാം. നന്നായി തണുത്തു. ഇനി നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായി പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് നല്ല പൊടിച്ചെടുക്കാം. ഒരു ചെല്ലടയിലിട്ട് ഇടാം. ഇതിന്റെ നൈസ് പൊടി മതി നമുക്ക്. ഹെയർ ഡൈയിൽ തരി പാടില്ലല്ലോ. നന്നായി ചട്ടിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. നൈസായി തരിക്കണം കേട്ടോ എല്ലാവരും. നമുക്കിനി ഇത് നമുക്ക് ഡൈ കലക്കാനുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ടത്ര വെള്ളം പറഞ്ഞതൊന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മളെ ചായപ്പൊടിയും പിന്നെ അതേപോലെ നമ്മളെ ഗ്രാമ്പു കറിവേപ്പില പൊടി ഒക്കെ പാടുള്ളതാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഗ്രാമ്പൊക്കെ നമുക്ക് ഏത് തണുപ്പ് നമ്മളുണ്ടല്ലോ, നീലമരിക്കും മൈലാഞ്ചിക്കൊക്കെ തണുപ്പാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു 4 ഗ്രാമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീർക്കെട്ട്, തലവേദന, മൈഗ്രെയിൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിത് എന്തായാലും ഗ്രാമ്പ് ഒഴിവാക്കരുത് കേട്ടോ. പിന്നെ നമ്മളുടെ ചായപ്പൊടി കറിവേപ്പിലയും അറിയാലോ. ചായപ്പൊടി നമുക്ക് മുടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ഉണ്ട്. നമ്മളെ മുടിക്ക് കറുത്ത കളർ സ്വാഭാവികമായി കിട്ടാനും മെലാനിൻ ഉണ്ടാവുകൊണ്ടേ നമ്മളെ ചായപ്പൊടി നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെ കറിവേപ്പില ഈ മുടി കറക്കും ചെയ്യും, നന്നായി വളരും ചെയ്യും. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും ഗ്രാമ്പും ചായപ്പൊടിയും കൂടി ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ഈ തിളപ്പിച്ച വെള്ളത്തിൽ ഡൈ കലക്കി തേച്ച് നോക്കൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഗുണങ്ങള് കേട്ടോ. അല്ലാതെ വെറുതെ ചൂടുവെള്ളത്തിൽ ഒന്നും നിങ്ങൾ കലക്കി തേക്കണ്ട. പിന്നെ നമ്മള് എന്നെ തലേ ദിവസം തേച്ച് പിറ്റേ ദിവസം നീലമരി തേക്കുക നമുക്ക് നല്ല പ്രയാസമാണ് അല്ലേ. ഇത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടണ്ട, ഒപ്പം ചെയ്യാട്ടോ. അപ്പൊ ഇത് നന്നായി തിളച്ചു, നന്നായി കുറുകി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് മൈലാഞ്ചി പൊടിയാണ് വേണ്ടത്. മറ്റു നമ്മൾ തലേ ദിവസം കലക്കി തേച്ച് പിറ്റേ ദിവസം പിന്നെയും അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട, ഇങ്ങനെ കലക്കാം കേട്ടോ. മൈലാഞ്ചി പൊടി കട്ട കൂടാതെ കലക്കണം. പുതിയ ഇതാണ്. അപ്പൊ ഇത്ര മൈലാഞ്ചി പൊടി ഇത് നമുക്ക് അടച്ചു വെക്കാം. മൈലാഞ്ചിപ്പൊടി ഇതിലിട്ട് ചേർത്തി. ഇനി നമുക്ക് വേണ്ടത് നീലമരിപ്പൊടിയാണ്. ഇതാ, അതായത് ഇൻഡിഗോ പൗഡർ കണ്ടല്ലോ, നീലമരിപ്പൊടി. അപ്പൊ ഇനി ഇതാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇത് ചേർക്കാനല്ല, കട്ടല്ലാതെ കലക്കണം കേട്ടോ. ഇത് കലക്കി യോജിപ്പിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. ഇത് ഒരു തരി ഇല്ലാതെ കലക്കണം. കണ്ടല്ലോ, ഇനി നിങ്ങൾക്കിത് വെള്ളം ഒരുപാട് ഏറാൻ പാടില്ല. ഇങ്ങനെ ടൈറ്റിൽ തന്നെ വേണം നമ്മളിത് തേക്കാനും കേട്ടോ. ഒരുപാട് വെള്ളമായി നമുക്ക് ഒലിച്ചിറങ്ങും, നെറ്റിയിലൊക്കെ ആവും. അപ്പൊ നമ്മൾ നെറ്റിയുടെ ഭാഗത്തെ നെറ്റിയുമ്പിലേക്കൊക്കെ കളർ പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ ഇത് മുടിയിലേക്ക് ആവാതെ മുഖത്ത് ഇത്തിരി എണ്ണ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മളിത് കലക്കി ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ ബൗളിലാക്കിയിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഞാൻ അടച്ചു വെക്കട്ടെ കേട്ടോ. ഈ ബൗളിലാക്കിയിട്ട് ഇതൊരു ഇളം ചൂടുണ്ട്, 5 മിനിറ്റേ വെക്കാവൂ. നമ്മളെ നീലമരിപ്പൊടി കുറെ സമയം വെക്കാൻ പാടില്ല. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് 5 മിനിറ്റ് ഇതിൽ അടച്ചു വെക്കട്ടെ കേട്ടോ. അപ്പൊ എന്നിട്ട് നമുക്ക് തേക്കാൻ തുടങ്ങാം. നമ്മൾ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടോ, കണ്ടോ. അപ്പൊ നമ്മൾ 5 മിനിറ്റ് ഞാൻ അങ്ങനെ അടച്ചു വെച്ചു. കണ്ടോ, കളർ നല്ല ബ്ലാക്ക് ആയി കേട്ടോ. അപ്പൊ ഈ നീലമരിയുടെയും ഇതിന്റെയൊക്കെ കളർ നല്ല കൃത്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങി. അപ്പൊ നീലമരി നിങ്ങൾ ഒരുപാട് നേരം വെക്കരുത്. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. നീലമരി ഒരു ഇളം ചൂടുള്ള സമയത്ത് കലക്കും വേണം. പിന്നെ അതിൽ ഞാനൊരു പിഞ്ച് ഉപ്പ് ഇട്ടു കേട്ടോ. അത് ഞാൻ ഇതിലിപ്പോ ഒന്ന് പോയി ഡിലീറ്റ് ആയി പോയിട്ട് ഒരു പിഞ്ച് ഇങ്ങനെ കയ്യിൽ ഒരു നുള്ളില്ല. ആ നീലമരിയുടെ കളർ കൃത്യമായിട്ട് പിടിക്കാൻ പൊടിയുപ്പാണ് കേട്ടോ. അതിനിപ്പോ കാണാത്തവർക്കായിട്ട് അത് പോയി ഡിലീറ്റ് ആയി പോയി, അത് കണ്ടില്ല. അപ്പൊ ഇങ്ങനെ ഇതിലിട്ട് കലക്കി കഴിഞ്ഞു. ഇനി ഇടാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് തേക്കാം. അപ്പൊ ഈ നരള്ള ഭാഗങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് തേച്ചോളൂ കേട്ടോ. എല്ലായിടത്തും തേക്കണം എന്നില്ല കേട്ടോ. ഫുള്ളായിട്ട് നരച്ചോളൂ, എല്ലായിടത്തും തേച്ചോളൂ. എൻ്റെ ഈ ഫ്രണ്ടിലൊക്കെയാണ് നര കൂടുതൽ. അപ്പൊ എനിക്ക് ഫ്രണ്ടിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് തേക്കേണ്ടത് കേട്ടോ. ഒരുപാട് നരച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മളുടെ ഒരു എണ്ണ ഉണ്ട്, നമ്മളൊരു കേശസഞ്ജീവനി, ആ എണ്ണയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യണത്. കാരണം എനിക്ക് എല്ലാവരുടെയും അത്ര നരയില്ല, എങ്കിൽ കുറേശ്ശെ നരയില്ല ഈ കാണാല്ലേ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാണ്ടത് അറിയില്ല. ഇതിനൊക്കെ കുറേശ്ശെ നര ഉണ്ടേനി, അത് അറിയില്ല മുടി ഇങ്ങനെ വെച്ചാല്. ഇവിടെയൊക്കെ എനിക്ക് നരണ്ട്. അതേപോലെ ഫ്രണ്ടിലും ഉണ്ട് എനിക്ക് നരേ, കണ്ടില്ലേ. ബേബി ഹെയർ ഒക്കെ എനിക്ക് നരച്ചിട്ടാണ് കേട്ടോ കുറേശ്ശെ. അത് നമ്മൾ എന്തെങ്കിലും ഒരു പുറത്തേക്ക് പോകുമ്പോ എന്തെങ്കിലും ഒരു സിമ്പിൾ ട്രിക്ക് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും 1 മണിക്കൂർ വെക്കണം കേട്ടോ. എന്നിട്ട് കഴുകി കളഞ്ഞാലേ റിസൾട്ട് നമുക്ക് കിട്ടുക. ഞാൻ ഈ പറഞ്ഞ പ്രകാരത്തിൽ തന്നെ നിങ്ങളിത് ഉണ്ടാക്കും വേണം, എങ്കിലേ റിസൾട്ട് ഉള്ളൂ. ഇനി ഞാനൊരു കണ്ണാടി എടുത്തു കൊണ്ടിട്ട് കേട്ടോ, അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ആവും, എൻ്റെ മുഖത്ത് കൂടെ ഒക്കെ ആവും. ഒന്ന് കണ്ണാടി എടുത്തു കൊണ്ടിട്ട് കേട്ടോ. അപ്പൊ അമ്മ ഒരുവിധമൊക്കെ തേച്ചു കേട്ടോ. അപ്പൊ ഇനി ഇത് നമ്മൾ എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ കഴുകി കളയാൻ പാടുള്ളൂ. കയ്യൊക്കെ നോക്ക്, കയ്യുമ്പിലൊക്കെ നല്ലോണം കറുത്തണം കേട്ടോ. അപ്പൊ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും ഇത് തേച്ച് കഴിഞ്ഞാൽ തലയിലൊരു കേപ്പൊക്കെ വാങ്ങിയിട്ടോ. അതിൻ്റെ അടുത്ത് അതൊന്നുമില്ല കുട്ടികളെ. നമുക്ക് സിമ്പിൾ ടെക്നിക്ക് ഇത് മതി നമുക്ക്. എങ്ങോട്ട് നോക്കിക്കേ, ഹായ്. ഇനി ഇത് നമ്മളെ തലയിലേക്കും എവിടേക്കും ആവില്ല, എവിടേക്കും ഒഴുകി വരും ഒന്നുമില്ല കേട്ടോ. അല്ലാതെ കുടുക്കിയിട്ടൊന്നും കെട്ടണ്ട കേട്ടോ. നമ്മളിനി ഇത് ഇങ്ങനെ കെട്ടി വയ്ക്കും. ഇനി അടുക്കളയില് ചൂടൊന്നും വല്ലാതെ തട്ടണ്ട കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നോ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നോർമൽ വെള്ളത്തിലേട്ടോ കഴുകി കളയാവുള്ളൂ. അപ്പൊ ഇന്നലത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, മുടിയിൽ എണ്ണ തേക്കാതെ കുളിച്ചാൽ മതി കേട്ടോ. എണ്ണ തേച്ച മുടിയിൽ നീലമരി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കളറ് പിടിച്ചു കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ എണ്ണ ഇല്ലാത്ത മുടിയിലാണ് അത് പിടിച്ചു കിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നിങ്ങൾ എണ്ണ തേച്ചിട്ടൊന്നും പരിപാടി എടുക്കരുത്. ഇന്നലെയും എണ്ണ തേക്കരുത്. ഇനി നാളെ നിങ്ങൾക്ക് എണ്ണ തേച്ച് നേരെ കുളിക്കാട്ടോ. അപ്പൊ ഇന്ന് സിമ്പിൾ വെള്ളത്തിൽ നിങ്ങൾ കഴുകി കളയാവുള്ളൂ. അപ്പൊ ഇനി കുളിച്ച് വന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കുളിക്കാൻ ഇപ്പൊ ഞാൻ കുറച്ച് പണികളൊക്കെ എടുത്തിട്ട് കേട്ടോ ഇനി കുളിക്കുള്ളൂ. അപ്പൊ അമ്മ കുളിച്ചൊക്കെ വന്നു കേട്ടോ. കണ്ടപ്പോ അമ്മയുടെ മുടി കണ്ടോ, അത്യാവശ്യമൊക്കെ കറുത്തുട്ടോ. കണ്ടോ, ഇതെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ.
ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ എല്ലാവരും ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.